iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, a marginal worker is the one who had worked for less than 180 days in an year. So actually I said the answer 183. So marginal worker എന്ന് പറയുന്ന ഒരു പേഴ്സൺ 183 ഡേയ്സിലേക്കാൾ കുറവ് ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ a marginal worker is the one who had worked for less than 183 days in an year. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 183 തന്നെയാണ്. അപ്പം 183ൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളെ, 183 ഡേയ്സിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് പേരിലായിരിക്കും വിളിക്കുക? മാർജിനൽ വർക്കേഴ്സ് ആണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുക? മെയിൻ വർക്കേഴ്സ്. So a marginal worker is defined by the Census of India as a person who has worked for less than 183 days in an year. അതുപോലെ തന്നെ more than 183 days ആണെങ്കിൽ നമ്മൾ അവരെ മെയിൻ വർക്കേഴ്സ് എന്ന് വിളിക്കും. കണ്ടോ, മെയിൻ വർക്കേഴ്സ് 183 or more than, മാർജിനൽ വർക്കേഴ്സ് ലെസ് ദാൻ 183 ഡേയ്സ്. അടുത്ത നമുക്കിവിടെ ലിസ്റ്റ് ഓഫ് വോൾക്കാനോസ് അതുപോലെ തന്നെ കൺട്രീസും ഉണ്ട്. നമ്മളിതിനെ മാച്ച് ചെയ്യണം. ഹെക്ല എവിടെയാണ് ഉള്ളത്? അതുപോലെ തന്നെ കോട്ടപക്സി എവിടെ കണ്ടുവരുന്ന ഒന്നാണ്? സെൻറ്റ് ഹെലൻസ്, അതുപോലെ തന്നെ മൗണ്ട് മയോൺ, ഇക്വഡോർ, USA, ഐസ്ലാൻഡ്, ഫിലിപ്പൈൻസ്. ഈസി ആയിട്ടുള്ള ഒന്നാണ്. ഈ കോട്ടപക്സി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. സെൻറ്റ് ഹെലൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹെക്ല ഐ തിങ്ക് ഇറ്റ് ഈസ് എ ന്യൂ കോൺസെപ്റ്റ് ഫോർ യു. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? കോട്ടപക്സി എവിടെയാണ് ഉള്ളത്? സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് A3, B1, അതുപോലെ തന്നെ C4, C2, D4. ഓക്കെ. ഹെക്ല എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ഐസ്ലാൻഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കോട്ടപക്സി 1 because it is located in South America, മൗണ്ടെയ്ൻസിൽ, ആൻഡസ് മൗണ്ടെയ്ൻസിലുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ സെൻറ്റ് ഹെലൻസ് എന്ന് പറയുന്നത് USA, ദെൻ മൗണ്ട് മയോൺ, ഫിലിപ്പൈൻസ്. ഓക്കെ. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു അഡീഷണൽ കോൺസെപ്റ്റാണ്, മൗണ്ട് മയോൺ അതുപോലെ തന്നെ ഹെക്ല. അപ്പോൾ ഹെക്ല ലൊക്കേറ്റഡ് ഇൻ ഐസ്ലാൻഡ്, വൺ ഓഫ് ദ ഐസ്ലാൻഡ്സ് മോസ്റ്റ് ഫേമസ് വോൾക്കാനോ, കോട്ടപക്സി, ഇക്വഡോർ, ആക്റ്റീവ് വോൾക്കാനോ ഇൻ ദ ആൻഡസ് ഓഫ് ഇക്വഡോർ. ഓക്കെ. ആക്റ്റീവ് വോൾക്കാനോ ഇൻ ദ ആൻഡസ് മൗണ്ടെയിൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. റോക്കീസ് എവിടെയുള്ളത്? നോർത്ത് അമേരിക്ക. അതുപോലെ തന്നെ ആൻഡസ് സൗത്ത് അമേരിക്ക, ഹിമാലയാസ് ഇന്ത്യ. അതുപോലെ തന്നെ ആൻഡസ് എവിടെയുള്ളത്, ആൽപ്സ് എവിടെയുള്ളത് എന്നെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് സെൻറ്റ് ഹെലൻസ് ഇൻ USA, ഫേമസ് ഫോർ ദ 1980s ഇറപ്ഷൻ ഇൻ വാഷിങ്ടൺ സ്റ്റേറ്റ്, USA. അതുകൂടാതെ മൗണ്ട് മയോൺ ഫിലിപ്പൈൻസിലാണുള്ളത്, ഫേമസ് ഫോർ ഇസ് പെർഫെക്റ്റ് കോൺ ഷേപ്പ്, ലൊക്കേറ്റഡ് ഇൻ ദ ഫിലിപ്പൈൻസ്. സോ നെക്സ്റ്റ് വൺ ആൽബട്രോസ് പ്ലാറ്റോ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷ്യൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൽബട്രോസ് പ്ലാറ്റോ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. എവിടെയാണുള്ളത്? ഈസിയാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പസഫിക് ഓഷ്യനിലാണ്. ഓക്കെ. സോ ആൽബട്രോസ് പ്ലാറ്റോ ഈസ് a submarine plateau located in Pacific Ocean. Okay, Pacific Ocean. Next one, Ullmann's model of spatial interaction does not introduce which of the following concept? Transferability, intervening opportunities, complementarity, distance decay. അപ്പം ഒരു 3 കോൺസെപ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉൾമാൻ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, സ്പേഷ്യൽ ഇൻട്രാക്ഷൻ അല്ലേ. അപ്പോൾ ആ 3 എണ്ണം നമുക്ക് അറിയുവാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഏതായിരിക്കും? അതെ, 4th വൺ ആണ്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫെറബിലിറ്റി, സെക്കൻഡ് വൺ ഇൻ്റർവെനിങ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റാരിറ്റി. ഇത് 3 എണ്ണവും ഉൾമാൻ്റെ മോഡലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഡിസ്റ്റൻസ് ഡീകേ, ഇറ്റ് ഈസ് നോട്ട് എ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദിസ്.
So distant decay concept that the interaction decreases with increasing the distance. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇൻ്ററാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് എന്താ പറയുക, നോട്ട് സ്പെസിഫിക്കലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഉൾമാൻ, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് കോൺസെപ്റ്റ് ഇൻ ജിയോഗ്രഫി. നെക്സ്റ്റ് നോക്കിക്കേ, മംഫോർഡിൻ്റെ കുറേ സ്റ്റേജസ് ഓഫ് അർബൻ ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അർബൻ ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആണ്. ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് വൺ പോളിസ്, സെക്കൻഡ് വൺ മെട്രോപോളിസ്, തേർഡ് വൺ ടൈറനോപോളിസ്, ഫോർത്ത് വൺ ഇയോപോളിസ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് മെഗലോപോളിസ്. സോ യു ഹാവ് ടു അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആസ് പ്രൊപ്പോണ്ടഡ് ബൈ മംഫോർഡ്. അപ്പോൾ ആദ്യം ഏതായിരിക്കും വരുന്നത്? ഫസ്റ്റ് വൺ ഇയോപോളിസ്, ദെൻ പോളിസ് ആണ്, ദെൻ തേർഡ് വൺ ലാസ്റ്റ് സ്റ്റേജ് അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാം. ലാസ്റ്റ് സ്റ്റേജ് ടൈറനോപോളിസ്. ബട്ട് യു സി ഓൾ ദ ഓപ്ഷൻസ് ആരാ? സി ടൈറനോപോളിസ് ആണ് അതിലെല്ലാത്തിലും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന രണ്ട് ഓപ്ഷനുകളാണ് ഓപ്ഷൻ 4 and 1, ബിക്കോസ് ഇയോപോളിസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷമാണ് പോളിസ് വരുന്നത്. അപ്പം ഇവിടെ തിരിച്ച് തന്നിട്ടുള്ളതിനെ കൊണ്ട് 4 and 1 എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പം 50 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2. ഓക്കെ, സോ നോക്കിക്കേ, ആൻസർ ഈസ് 3. D, A, B, E, C. D ഫസ്റ്റ് വൺ ഇയോപോളിസ്, ദെൻ പോളിസ്, ദെൻ മെട്രോപോളിസ്, മെഗലോപോളിസ്, അറ്റ് ലാസ്റ്റ് ടൈറനോപോളിസ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. മംഫോർഡിൻ്റെ സ്റ്റേജസ് ഓഫ് സിറ്റി ഗ്രോത്ത്. അപ്പം ഇയോപോളിസ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഏർബൺ ഒരു സിറ്റി ഡെവലപ്മെൻ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ടും വില്ലേജ് സെറ്റപ്പിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ സ്മോൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് ആണ് അവിടെ കാണുന്നത്. പോളിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേനും ഗ്രോത്ത് ഇൻ ടു ഓർഗനൈസ്ഡ് സിറ്റീസ് വിത്ത് സിവിക് ലൈഫ് ആൻഡ് ഗവേണൻസ്. അപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ്. വില്ലേജ് എന്നുള്ള സെറ്റപ്പിൽ നിന്നും നമ്മൾ എന്താവുന്നുണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ട് വരാൻ തുടങ്ങി. അടുത്തത് മെട്രോപോളിസ്. മെട്രോപോളിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലാർജ് അർബൻ സെൻറ്റേഴ്സ് വിത്ത് കോംപ്ലെക്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ്. സോ മെട്രോപോളിസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ ആയിരിക്കും. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം വളരെയധികം സ്ട്രോങ് ആയിരിക്കും. മെഗലോപോളിസിലേക്ക് വരുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? collaboration of several metropolitan areas forming a huge urban region. Then at last Tyrannopolis ആണ് ഫൈനൽ സ്റ്റേജ് ഓഫ് സിറ്റി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇമോഷണലി നമ്മളൊരു കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ് ആയിട്ടും ടോൾ ബിൽഡിങ്സ്, സെൻട്രലൈസ്ഡ് പവർ, ഓക്കെ, ലോസിങ് ഹ്യൂമൻ സ്കെയിൽ. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ, arrange the following major gases as per their volume in the atmosphere in increasing order. അപ്പം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ആർഗൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്ലൈമറ്റോളജിയിൽ പ്രധാനപ്പെട്ട ഗ്യാസസുകളും എത്ര പെർസെൻറ്റേജാണ് അറ്റ്മോസ്ഫിയറിൽ അത് കാണുന്നത് എന്നുള്ളതും അല്ലേ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? സോ EABDC, ഹൈഡ്രജൻ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, ദെൻ ഓക്സിജൻ, അറ്റ് ലാസ്റ്റ് നൈട്രജൻ വിത്ത് 78%. 78%. സോ ഹൈഡ്രജൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ലെസ്സാണ്. ഇതെല്ലാം അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. 0.00005%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ആർഗൺ 0.93%, ഓക്സിജൻ അപ്രോക്സിമേറ്റ്ലി 21%, നൈട്രജൻ അപ്രോക്സിമേറ്റ്ലി 78%. ബട്ട് ലാർജസ്റ്റ് ഗ്യാസ് ഓക്യുപ്പൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നൈട്രജൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ അന്നും പറഞ്ഞതായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഹൂ ഗേവ് ദ കോൺസെപ്റ്റ് ഓഫ് സിറ്റി റീജിയൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് സിറ്റി റീജിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്? ഡിക്കിൻസൺ ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിക്കേ, ദ കോൺസെപ്റ്റ് ഓഫ് സിറ്റി റീജിയൻ ഇൻ ദ മോഡേൺ അർബൻ ജോഗ്രഫി ഈസ് ക്രെഡിറ്റഡ് ടു R.E. ഡിക്കിൻസൺ, ഹു സ്റ്റഡിഡ് സിറ്റീസ് അലോങ്
with their functional hinterlands. Then arrange the following indigenous people of India on the basis of their primary habitat from south to north. അപ്പം കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. മിനസ്, ടോഡസ്, ബക്കർവാൾസ് ആൻഡ് നാഗാസ്. നാഗാസ് ആർ ലൊക്കേറ്റഡ് ഇൻ നാഗാലാൻഡ്. അതുപോലെ തന്നെ ടോഡ കമ്മ്യൂണിറ്റി, ടോഡ ട്രൈബൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ബക്കർവാൾസ് ഏത് സ്റ്റേറ്റിലാണ്? പിന്നെ അതുപോലെ തന്നെ മിനസ്. അപ്പം ഈ സ്റ്റേറ്റുകളുടെ പേരുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ? സൗത്തിൽ നിന്നും നോർത്തിലേക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. ടോഡ സൗത്ത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെന്ന് നാളേച്ച് നോക്കിക്കേ. ടോഡ ട്രൈബ്സ്. So the answer for this question is option 4, Todas, then Minas, then Nagas. ബക്കർവാൾസ് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. സോ മിനസ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ടോഡാസ് എന്ന് പറയുന്നത് നീലഗിരി, തമിഴ്നാട്. ഓക്കെ. നെക്സ്റ്റ് ബക്കർവാൾസ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിലാണ്. അതിനെ കൊണ്ടാണ് ഇത് ലാസ്റ്റ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ നാഗാസ് എന്ന് പറയുന്നത് നാഗാലാൻഡിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. Arrange the following tributaries of river Ganga from west to east. സാർദ, ഗോമതി, ഗണ്ഡക്, ഗാഗ്ര. അപ്പം ഗംഗേൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് ഇതെല്ലാം തന്നെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് വൺ സാർദ, സെക്കൻഡ് വൺ ഗണ്ഡക്, ഗോമതി, ഗാഗ്ര. എന്തായിരിക്കും ഇതിന് ആൻസർ? സോ ആൻസർ is CADB ആണ്. ഫസ്റ്റ് ഗോമതി, ദെൻ സാർദ, ദെൻ ഗാഗ്ര, ദെൻ ഗണ്ഡക്. അപ്പം CADB എന്ന് പറയുന്ന ഒരു അലൈൻമെൻറ്റിലാണ് ഇത് ഇതിൻ്റെ ഒരു വെസ്റ്റ് ടു ഈസ്റ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. So Sardha എന്ന് പറയുന്ന റിവർ വെസ്റ്റേൺ ട്രിബ്യൂട്ടറി originates in Uttarakhand and flows along with the India-Nepal border. ഗാഗ്ര എന്ന് പറയുന്നത് നേപ്പാൾ flows from Nepal into Uttar Pradesh east of Sarada. Then Gomati entirely in Uttar Pradesh east of Gagra. Then Atlas. Gandak flows from Nepal to Bihar easternmost among the four. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സാർദ, പിന്നെ ഗാഗ്ര, പിന്നെ ഗോമതി, പിന്നെ ഗണ്ഡക്. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആണോ? ഇതെല്ലാം നമ്മളുടെ റിവർ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് പീക്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ആൾട്ടിറ്റ്യൂഡ്. നന്ദാദേവി, ബദ്രിനാഥ്, കാഞ്ചൻജംഗ, നംച പർവ. അപ്പം ഇതിൻ്റെ എല്ലാത്തിനെയും നമുക്ക് ആൾട്ടിറ്റ്യൂഡ് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇതിനെ അറേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? അപ്പം നോക്കിക്കേ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബദ്രിനാഥ്, അതുപോലെ തന്നെ നംച പർവ, നെക്സ്റ്റ് തേർഡ് വൺ നന്ദാദേവി, ലാസ്റ്റ് കാഞ്ചൻജംഗ. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഏതാ വരുന്നത്? കാഞ്ചൻജംഗ വിത്ത് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 8,586. then the next one എന്ന് പറയുന്നത് നംച പർവ, നന്ദാദേവി 7,816, then നംച പർവ 7,782, then അറ്റ്ലാസ് ബദ്രിനാഥ്. അപ്പോൾ ബദ്രിനാഥാണ് ഉള്ളിൽ ഏറ്റവും കുഞ്ഞത്. പിന്നീട് നമുക്ക് നംച പർവ ഉണ്ട്, അതിനുശേഷം നന്ദാദേവി ആൻഡ് അറ്റ്ലാസ് കാഞ്ചൻജംഗ. Those who are noting down the altitude, you just note it now. അപ്പം ബദ്രിനാഥ് 3,800, നന്ദാദേവി 7,816, കാഞ്ചൻജംഗ 8,586, നംച പർവ 7,782. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ വിച്ച് ഇയർ ഇന്ത്യ ബിക്കം a signatory to റംസാർ കൺവെൻഷൻ ഫോർ കൺസർവിങ് പൊട്ടൻഷ്യൽ വെറ്റ്ലാൻഡ്? റംസാർ കൺവെൻഷൻ കംപ്ലീറ്റ് ആയിട്ടും വെറ്റ്ലാൻഡ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അല്ലേ? എങ്ങനെയാണോ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ക്യോട്ടോ പ്രോട്ടോക്കോളും ഓസോൺ ലെയർ ഡിപ്ലീഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് മോൺട്രിയൽ പ്രോട്ടോക്കോളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? വെറ്റ്ലാൻഡ്സുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അപ്പം ഏത് ഇയറിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്?
സോ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ 2, 1982. ഓക്കെ. So India became a signatory to the Ramsar Convention on Wetland in 1982. The Ramsar Convention is an international treaty for the conservation and the sustainable use of wetland. Yes, next നമുക്ക് ഇവിടെ കുറച്ച് പാസസുകളുടെ പേര് തന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റേറ്റുകളുടെ പേര് തന്നിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്യണം. എവിടെയാണ്? ജലപ്ല, അതുപോലെ തന്നെ ഷിപ്കില, ലിപ്പു ലേക്ക്, അതുപോലെ തന്നെ ബനിഹൽ പാസ്. ഡയറക്റ്റ് ചോദ്യമാണ്, നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. Shall we check the answer for this question? Yes. So the answer is 3142. 3142. So ജലപ്ല എന്ന് പറയുന്നത് സിക്കിമിലുള്ള ഒരു പാസ്സാണ്. അതുപോലെ തന്നെ ഷിപ്കില ഹിമാചൽ പ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ബനിഹൽ പാസ് ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിലാണ്. ജലപ്ല ലൊക്കേറ്റഡ് ഇൻ സിക്കിം, കണക്ട് ടു സിക്കിം ടു ടിബറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. സിക്കിമിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഈ ജലപ്ല എന്ന് പറയുന്നത്. ഷിപ്കില എന്ന് പറയുന്നതോ ലൊക്കേറ്റഡ് ഇൻ ഹിമാചൽ പ്രദേശ് ആൻഡ് ബോർഡർ പാസ് വിത്ത് ടിബറ്റ്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഷിപ്കില. ദെൻ ലിബു ലേക്ക് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ് ആൻഡ് ബോർഡർ പാസ് വിത്ത് ടിബറ്റ് ആൻഡ് ചൈന. ബനിഹൽ എന്ന് പറയുന്ന സമയത്ത് കണക്ട് കാശ്മീർ വാലി വിത്ത് ജമ്മു റീജിയൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതല്ലാതെ നമുക്ക് ഒരുപാട് ബോംഡില പാസ്, അങ്ങനെ ഒരുപാട് പാസസുകളുണ്ട്. അതെല്ലാം അപ്കമിങ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. Next, due to the practice of head hunting in the past, compact settlements developed at the tops of hills and ridges in the state of Tamil Nadu, Nagaland, Orissa, Andhra Pradesh. Head hunting, ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഹണ്ടിങ് എവിടെയായിരിക്കും? കോമ്പാക്റ്റ് സെറ്റിൽമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എസ്പെഷ്യലി അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽസ് ഡ്യൂ ടു ഹെഡ് ഹണ്ടിങ്. അപ്പം ആൻസർ എന്തായിരിക്കും? നാഗാലാൻഡ്. ഓക്കെ. അപ്പം എല്ലാ ചോദ്യത്തിലും ഉത്തരത്തിലേക്കുള്ള ഒരു ക്ലൂ ഉണ്ടാവും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടിക്കോളും. കണ്ടോ? ഹെഡ് ഹണ്ടിങ് പ്രാക്ടീസ്ഡ് ഇൻ എസ്പെഷ്യലി വെൻ വി ആർ കമ്പയറിംഗ് ദീസ് ഫോർ, ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓക്കെ. So the practice of head hunting in the past led to certain tribes to build compact settlements on hilltops and the ridges of defense. This was particularly practiced by the Nagas in Nagaland. Where is Toda tribes are located? Toda tribes, Naga tribesനെ കുറിച്ച് പറയുന്ന സമയം നമ്മൾ ടോഡ ട്രൈബ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? നീലഗിരി ഹിൽസ് ഓഫ് തമിഴ്നാടു. ഓക്കെ. ബക്കർ വാൾസ് എവിടെയാണ്? ബക്കർ വാൾസ് ആലോചിച്ച് നോക്കാം. ഓക്കെ. സോ which among the following statements are correct with regard to geopolitics? The term geopolitics was coined by Rudolf Kjellén. Geopolitics means the science of places. Levenstrom means living space. According to the German geopolitics, state had a biological necessity to grow. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് എന്താ പറയുക, കറക്റ്റ് ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഏതാണ് ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ജിയോപൊളിറ്റിക്സ് മീൻസ് ദ സയൻസ് ഓഫ് പ്ലേസസ്, അത് റോങ് ആണ്. ഓക്കെ. ലെവൻസ്ട്രം എന്ന് പറയുന്നത് എന്താണ്? ലിവിങ് സ്പേസ് കറക്റ്റാണ്. അതുപോലെ തന്നെ ബയോളജിക്കൽ നെസസിറ്റി ടു ഗ്രോ എന്ന് പറയുന്നതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ റഡോൾഫ് കെജലാണ് തന്നെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ACD എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ACD. സോ ജിയോപൊളിറ്റിക് മീൻസ് ദ സയൻസ് ഓഫ് പ്ലേസസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ജിയോപൊളിറ്റിക്സ് ഡീൽസ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ജോഗ്രഫി ഓൺ പൊളിറ്റിക്സ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സയൻസ് ഓഫ് പ്ലേസസ്. Next, which among the following statements are correct regarding the jet streams? Jet streams are strong, regular wind
which blows in the upper atmosphere. There are two jet streams in each hemisphere. The jet streams result from the differences in equatorial and subtropical air, and between polar and subtropical air. Greater the temperature differences, weaker the jet stream. ഏതാണ് ആൻസർ? സോ ഇതിന് ആൻസർ എന്ന് പറയുന്നത് എ ബി സി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് വൺ. ഗ്രേറ്റർ ദ ടെമ്പറേച്ചർ ഡിഫറൻസസ്, വീക്കർ ദ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിമൈനിങ് 3 എന്നാണ് കറക്റ്റ് ആണ്. അപ്പം നോക്കിക്കേ, എന്തുകൊണ്ടാണ്? ഗ്രേറ്റർ ദ ടെമ്പോറൽ ഡിഫറൻസസ് വരികയാണെങ്കിൽ ജെറ്റ് സ്ട്രീം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം അത് വീക്കർ ആണ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, several international boundaries follow large and small rivers. Choose the correct one. So river Satluj between India and Pakistan, river Salween between Myanmar and Thailand, river Amur and river Ussuri between China and Russia, river Congo between Zambia and Congo. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് വൺ ആണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. റിവർ സത്ലജ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് കറക്റ്റാണ്. അതുപോലെ തന്നെ റിവർ സൽവീൻ എന്ന് പറയുന്നത് മ്യാൻമർ ആൻഡ് തായ്ലൻഡ് കറക്റ്റാണ്. റിവർ അമൂർ ആൻഡ് ഉസൂരി എന്ന് പറയുന്നത് ചൈന ആൻഡ് റഷ്യ കറക്റ്റാണ്. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ എ ബി സി കറക്റ്റ്. ഓക്കെ, അപ്പം ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. River Congo between Zambia and Congo is incorrect. The Congo river connect not from the Zambia-Congo border. Okay, അപ്പം ഇതാണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. So in Köppen classification, the CS type of climate represent 2: Western European type of climate, China type of climate, Mediterranean type of climate, polar type climate. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളുടെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം വരും എന്നുള്ളത് അല്ലേ. കോപ്പൻ ക്ലാസിഫിക്കേഷനിൽ CS എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? മിഡ് ലാറ്റിറ്റ്യൂഡ് ക്ലൈമറ്റ് ഓർ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ ഡ്രൈ സമ്മർ. സോ അഫ്കോഴ്സ് ദിസ് കറസ്പോണ്ടൻസ് ടു ദ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ എല്ലാ MCQs ടൈപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒരു റീഡിങ് കോംപ്രഹെൻഷനാണ്. അപ്പം റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ്ലി. അപ്പം തന്നിട്ടുള്ള പാരഗ്രാഫിലേക്കൊന്ന് കിടക്കാം. Tectonic forces are the primary factors that drive the dynamic process that forms the crust of the earth, which are referred to as the earth movement, of course. So these movements can be classified into sudden and slow processes. The phenomena is known as seismicity, which describes the existence of earthquake which are caused by the movement of tectonic plate. അപ്പം സഡൻ മൂവ്മെൻറ്റുകളെ നമ്മൾ കാറ്റസ്ട്രോഫിക് എന്നും പതുക്കെ നടക്കുന്ന മൂവ്മെൻറ്റുകളെ ഡയസ്ട്രോഫിക് എന്നും വിളിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സൊക്കെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. The intensity of the seismic activities are measured by using Richter scale. So seismic activities എന്ന് പറയുന്ന earthquakeൻ്റെ ആ ഒരു വേവ്സിൻ്റെ സ്പീഡും മറ്റുമെല്ലാം തന്നെ നമുക്ക് റിച്ചർ സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി മെഷർ ചെയ്യാം. So folding occurs when compressional forces act on rock layers, causing them to be bent. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നുമുള്ള ഫോഴ്സസ് വരുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? അവിടെ ഒരു ബെൻഡ് ഫോം ചെയ്യുന്നുണ്ട്. ദിസ് പ്രോസസ് ക്രിയേറ്റ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ആൻറ്റിക്ലൈൻസ് ആൻഡ് സിൻക്ലൈൻ. ആൻറ്റിക്ലൈൻസ് എന്ന് പറയുന്ന ക്രസ്റ്റൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡിലും ഒരു ക്രസ്റ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഒരു ഫോൾഡിങ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പം ഫോൾട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ക്രാക്സ്. ഫോൾഡിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മടക്കം മാത്രമാണെങ്കിൽ ഫോൾട്ടിങ് എന്ന് പറയുന്നത് അത് ക്രാക്ക് സംഭവിക്കുന്നു. അപ്പം ഫോൾഡിങ് ഹാപ്പൻസ് വെൻ സ്ട്രെസ് എക്സീഡ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ റോക്ക്, ലീഡിങ് ടു ദ ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ ഫോൾട്ട് ലൈൻ. ദിസ് ടൈപ്പ് ഓഫ് fault include normal, reverse, stripe fault, all these things.
അപ്പം 45 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ എന്ത് പേരിലാണ് ആ ഫോൾട്ട് അറിയപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. Volcanicity involves the movement of magma from the earth interior to the surface, resulting in volcanic eruption. When it comes to volcanoes, there are 3 categories: active, dormant, and extinct. These are in addition to having a significant impact on human activity, these earth movements are also responsible for the formation of landform. അപ്പം നമ്മൾ ഈ ഒരു പാരാഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടും വോൾക്കാനോസിനെ കുറിച്ച് പറഞ്ഞു, എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, ഫോൾട്ടിങ്, എർത്ത് ക്വിക്ക്, ഓക്കെ, അതുപോലെ തന്നെ ലാൻഡ് ഫോമിൻസിൻ്റെ ഫോർമേഷൻ. ഈ ഒരു 5 കോൺസെപ്റ്റാണ് നമ്മളിപ്പം പഠിച്ചത്. സോ വാട്ട് ഈസ് ദ പ്രൈമറി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അൻ ആക്റ്റീവ് ആൻഡ് ഡോർമെൻറ്റ് വോൾക്കാനോ? Active volcano continuously erupt while dormant one never erupts again. Dormant volcano has erupted in the past but currently inactive, whereas an active volcano erupt periodically or continuously. Dormant volcano is characterized by shallow magma chambers, whereas an active volcano has deep magma reserves. അതുപോലെ തന്നെ ആക്റ്റീവ് വോൾക്കാനോസ് ആർ ഓൾവേസ് ഫൗണ്ട് അറ്റ് ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറീസ്, വെറസ് ഡോർമെൻറ്റ് വൺസ് എക്സിസ്റ്റ് വിത്തിൻ സ്റ്റേബിൾ കോണ്ടിനെൻ്റൽ ഇൻറ്റീരിയർ. സോ നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ആക്റ്റീവ് വോൾക്കാനോ അതുപോലെ തന്നെ ഡോർമെൻറ്റ് വോൾക്കാനോ തമ്മിലുള്ള ഡിഫറൻസ് ഈസിയാണ്. ആൻസർ ഇസ് 2. ഡോർമെൻറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അത് ആക്റ്റീവ് ആയിരുന്നു, ഇറപ്റ്റ് ചെയ്തു. നൗ അത് ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത് ബാരൻ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ആക്റ്റീവ് വോൾക്കാനോ ഇറപ്റ്റ്സ് പീരിയോഡിക്കലി ഓർ കണ്ടിന്യൂസ്ലി. ഡോർമെൻറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത് ഹാസ് ഇറപ്റ്റഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് കറൻ്റ്ലി ഇനാക്റ്റീവ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈ ഈസ് ദ സ്റ്റഡി ഓഫ് എർത്ത് മൂവ്മെൻറ്റ്സ് ക്രൂഷ്യൽ ഫോർ ഹ്യൂമൻ സൊസൈറ്റീസ്? ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ലാൻഡ് ഓണർഷിപ്പ് ബേസ്ഡ് ഓൺ ജിയോളജിക്കൽ ഷിഫ്റ്റ്. ഇറ്റ് എയ്ഡ് ഇൻ പ്രിഡിക്റ്റിംഗ് വെതർ കണ്ടീഷൻസ് ആൻഡ് ഓഷ്യൻ കറൻസ്. It ensures that continental drift is reversed through the technological advancement. It allows for better understanding and the mitigation of natural hazards like earthquakes and volcanic eruption. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ? എന്തുകൊണ്ടാണ് സ്റ്റഡി ഓഫ് എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് കുറച്ചുകൂടി ഒരു ഹാർഡർ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് വരുന്നത്? It allows for better understanding and the mitigation of natural hazards like earthquake and volcanic eruption. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് എർത്ത് മൂവ്മെൻറ്റ് ടു ഹെൽപ്സ് ദ ഹ്യൂമൻ ടു പ്രിപ്പയർ, റെഡ്യൂസ് ഡാമേജ് ആൻഡ് മിറ്റിഗേഷൻ റിസ്ക്. What is the primary cause of seismicity? Magma movement, tidal forces, sudden release of energy along the folding of rock layers. Seismicity എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് നടക്കുന്നു? എർത്ത്. അപ്പോൾ അതിൻ്റെ ഒരു സഡൻ ആയിട്ടുള്ള കോസ്, പ്രൈമറി കോസ് എന്തായിരിക്കും? സഡൻ റിലീസ് ഓഫ് എനർജി അലോങ് ദ ഫോൾഡ്. ഓക്കെ, അപ്പം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൈമറി കോസ് ഓഫ് സിസ്മിസിറ്റി എന്ന് പറയുന്നത് എർത്ത് ക്വിക്ക് ഹാപ്പൻ ഡ്യൂ ടു ദ സഡൻ റിലീസ് ഓഫ് എനർജി അലോങ് ദ ഫോൾഡ് വെൻ സ്ട്രെസ് എക്സീഡ്സ് ദ റോക്ക് സ്ട്രെങ്ത്. Next, what type of fault is created due to the horizontal displacement of rock layers? അപ്പം ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഏത് കൈൻഡ് ഓഫ് ഫോൾട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നോർമൽ ഫോൾട്ട്, സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്, റിവേഴ്സ് ഫോൾട്ട്, ഓവർ ത്രസ്റ്റ് ഫോൾട്ട്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ഉണ്ടാവുന്നത് സ്ട്രൈക്ക് സ്ലിപ്പ് fault ആണ്. Okay, so fault created due to the horizontal displacement is known as strike slip fault. Rock slides horizontally past each other. Normal and reverse faultൽ അത് vertical ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പം vertical മൂവ്മെൻറ്റ് ഇങ്ങനെ, horizontal മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? vertical മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ horizontal, lateral മൂവ്മെൻറ്റ്, സ്ലൈഡ് ചെയ്ത് പോകുന്നത്. A reverse fault occurs when the hanging wall moves upward, the hanging wall moves downward, the foot wall moves downwards and no movement occurs. അപ്പം എങ്ങനെയാണ് റിവേഴ്സ് ഫോൾട്ട് ഫോം ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഓപ്ഷൻ ഈസ് 1, the hanging wall moves upward. സോ ഒരു ക്രാക്ക് ഉണ്ടാകുന്ന സമയത്ത്
ഒരു പോർഷൻ മാത്രം അപ്വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് റിവേഴ്സ് ഫോൾട്ട് അവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ? So reverse fault occurrence, hanging wall moves upward related to the foot wall due to the compressional forces. Compressional forcesകൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? ഒരേ ഒരു ബ്ലോക്ക് മാത്രം, റോക്കിൻ്റെ ഒരു പോർഷൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കോംപ്രഹെൻഷനാണ്. സോ migration is fundamental demographic process involving the movement of individuals or groups from one geographical locations to another, driven by the economical, social, political and environmental factors. So migration is the movement of persons from one place to another place. It can be categorized into voluntary and involuntary migration. Forced migration അല്ലെങ്കിൽ നമുക്ക് എന്താ വോളണ്ടറി, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റേർണൽ ഓർ ഇൻ്റർനാഷണൽ, ഒരു കൺട്രിക്ക് അകത്താണെങ്കിൽ ഇൻറ്റേർണൽ എന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നു. ടെമ്പററി ആൻഡ് പെർമനൻറ്റ് മൈഗ്രേഷൻ. ടെമ്പററി മൈഗ്രേഷൻ എന്ന് പറയുമ്പം ജോലിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പെർമനൻറ്റ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് അവിടെ തന്നെ സെറ്റിൽ ആവുന്ന ഒരു പ്രോസസ്സ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് പുഷ് ഫാക്ടേഴ്സ് ഉണ്ട്, പുൾ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരുപാട് എക്കണോമിക്കൽ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, വാർ, നമ്പർ ഓഫ് റീസൺസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ബാക്കി കണ്ടന്റ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് ടോപ്പിക്. താങ്ക് യു ഫോർ യുവർ പാസീവ് ലിസണിങ്.